ഹലോ, മെസഞ്ചർ സ്റ്റേജിലേക്ക് സ്വാഗതം. ആത്മാവ് എന്ന പ്രതിഭാസം ഉണ്ട് എന്നതിൻ്റെ യുക്തിയാണ് നമ്മുടെ ആദ്യ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. ദൃശ്യമായ നമ്മുടെ ഭൗതിക ശരീരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു പ്രഭാവലയമുണ്ട്. വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമൊക്കെ തോന്നും. ഈ പ്രഭാവലയത്തെയാണ് ആർഷഭാരതത്തിലെ ഋഷിമാർ ആത്മാവ് എന്ന് വിളിച്ചത്. ആത്മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും നെറ്റി ചുളിയുന്നത് സ്വാഭാവികം. കാരണം നൂറ്റാണ്ടുകളായി ആത്മാവിനെ ചുറ്റിപ്പറ്റി അനേകം വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. എന്നാൽ മുൻവിധികളൊക്കെ മാറ്റിവെച്ച് വളരെ ലളിതമായ ഒരു യുക്തി നമുക്കൊന്ന് നോക്കാം. മൃതദേഹം കാണാത്തവർ വളരെ കുറവായിരിക്കും. ഇന്നലെ വരെ നമ്മളെപ്പോലെ ചിരിച്ചും കരഞ്ഞും സംസാരിച്ചും നടന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ അനങ്ങാതെ മരവിച്ച് കിടക്കുന്നത്? ചിലർ പറയും ഓക്സിജൻ്റെ അഭാവം കൊണ്ടാണെന്ന്, മറ്റു ചിലർ പറയും ശ്വാസം നിലച്ചതുകൊണ്ടാണെന്ന്. എന്നാൽ ഒരു ചോദ്യം, ശ്വാസം എടുക്കുന്നത് നമ്മുടെ പൂർണ്ണമായ അറിവോടെയും സമ്മതത്തോടെയും ആണോ? ബോധപൂർവമാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതെങ്കിൽ ഉറങ്ങുമ്പോഴും ബോധമില്ലാതെ കിടക്കുമ്പോഴും വായുവിൽ കലർന്നിരിക്കുന്ന അദൃശ്യമായ ഓക്സിജനെ ആരാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം മറ്റൊരു അധ്യായത്തിൽ വിശദമാക്കാം. ഇപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്തായിരിക്കും മരണത്തിന് കാരണം? ആ മൃതദേഹത്തിൽ നിന്ന് എന്തോ ഒന്ന്, ഒരു ശക്തി, ഒരു ഊർജം പുറത്തു പോയിരിക്കുന്നു, അല്ലേ? ഇന്നലെ വരെ ആ ശരീരത്തെ സജീവമാക്കി നിലനിർത്തിയിരുന്ന, എന്നാൽ ഇപ്പോൾ അതിൽ ഇല്ലാത്ത ആ ഊർജത്തെയാണ് മഹായോഗികൾ ആത്മാവ് എന്ന് വിളിച്ചത്. ഭൗതിക ശരീരം മാത്രമാണ് ജീവൻ്റെ പൂർണ്ണ ആധാരമെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യൻ ഇതിനോടകം വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തിയേനെ. മാത്രമല്ല, വാർദ്ധക്യത്തെ തടയാനുള്ള ഫലപ്രദമായ മാർഗവും മരണത്തെ തടയാനുള്ള ഒരു വാക്സിനെങ്കിലും ആധുനിക ശാസ്ത്രം ഇതിനോടകം വികസിപ്പിച്ചേനെ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരെങ്കിലും കാര്യമാക്കുമോ എന്ന് ചിലർ ചോദിക്കും. 1-ാം നൂറ്റാണ്ടായാലും 21-ാം നൂറ്റാണ്ടായാലും ജനനവും മരണവുമൊക്കെ ഒരേ രീതിയിലാണ് സംഭവിക്കുന്നത്. ജീവൻ്റെ ചില ഘടകങ്ങളെ മനുഷ്യൻ ഇന്ന് പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനാവശ്യമായ അടിസ്ഥാന വസ്തുക്കൾ ഇന്നും പ്രകൃതിയുടെ ദാനമാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ പലരും ഊറ്റം കൊള്ളാറുണ്ട്. എന്നാൽ നമ്മുടെ വൃക്കയെപ്പോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു അരിപ്പ പോലും ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ നിർമ്മിക്കാനായിട്ടില്ല. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജീവികൾക്കും സസ്യങ്ങൾക്കും വരെ ആത്മാവുണ്ട്. എന്തിനേറെ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും ഒരു പ്രഭാവലയമുണ്ട്. അത് അവയുടെ തന്മാത്രാ ഘടനയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചേതനയുള്ളവയുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തെ നമുക്ക് ആത്മാവ് എന്നും അചേതന വസ്തുക്കളുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തെ ഊർജ ശരീരമെന്നും വിളിക്കാം. കാണാൻ കഴിയാത്തതിനെ വിശ്വസിക്കില്ല എന്ന് ചിലർ ശാഠ്യം പിടിക്കും. എന്നാൽ അവർ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലും കാണാൻ കഴിയാത്ത പലതരം ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉള്ളതുകൊണ്ടാണ്. വസ്തുക്കൾക്ക് 3 അവസ്ഥകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത്: ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ. എന്നാൽ വസ്തുവിന് അതിലുമധികം അവസ്ഥാന്തരങ്ങൾ ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. ഇതിൽ 3ാമത്തെ അവസ്ഥയായ വാതകം പോലും പലപ്പോഴും നഗ്നനേത്രങ്ങൾക്ക് അഗോചരമാണ്. പിന്നെ അതിലും സൂക്ഷ്മമായ അവസ്ഥകളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മ ഊർജങ്ങളെ കാണാനും അളക്കാനും ശുദ്ധീകരിക്കാനുമുള്ള വിവിധ തരം ഉപകരണങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഗൂഗിളിൽ ഹ്യൂമൻ ഓറ റീഡിംഗ് ഡിവൈസസ് എന്ന് തിരഞ്ഞാൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. എന്നാൽ ബുദ്ധിയുള്ളവർ മറ്റുള്ളവർ പറയുന്നതോ യന്ത്രങ്ങളുടെ റിപ്പോർട്ടുകളോ അന്ധമായി വിശ്വസിക്കാറില്ല. അവർ സ്വയം പരീക്ഷിച്ച് ഉറപ്പുവരുത്താൻ ശ്രമിക്കും. അത്തരക്കാർക്ക് പ്രാണിക് ഹീലിംഗ് പരിശീലനങ്ങളിൽ പങ്കെടുക്കാം. സ്വന്തം ആത്മാവിനെ വെറും കൈകൾ കൊണ്ട് തൊട്ടറിയാൻ 2 ദിവസം കൊണ്ട് അവർ പഠിപ്പിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം എന്ന് പലരും ചിന്തിക്കും. കാരണം പുരാണങ്ങൾ മതഗ്രന്ഥങ്ങളാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ആത്മാവിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യം, സന്തോഷം, സമൃദ്ധി
എന്നിവ കൈവരിക്കാനുള്ള തന്ത്രങ്ങളാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ തന്ത്രങ്ങളെ അനാവരണം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഉദാഹരണത്തിന് രാമായണത്തിൽ 3 രാവണന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. രാവണന്മാർ ചക്രകളുടെ പ്രതീകം മാത്രമാണ്. അതെങ്ങനെയാണെന്ന് അടുത്ത അധ്യായത്തിൽ പറയാം. ആത്മീയത എന്താണെന്ന് മിക്കവർക്കും അറിയില്ല. ദിവസേന ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതോ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുന്നതോ താടിയും മുടിയും നീട്ടുന്നതോ കാട്ടിൽ കയറി തപസ്സരിക്കുന്നതോ ആത്മീയതയല്ല. അതുപോലെ സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുന്നതും വേദനിപ്പിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും മറ്റുള്ളവരെ സ്വന്തം വിശ്വാസത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും കൊട്ടും പാട്ടും ഉച്ചഭാഷയുമായിട്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതും ഒന്നും ആത്മീയതയല്ല. ആത്മീയത ഒരു ശാസ്ത്രമാണ്, സൂക്ഷ്മകണങ്ങളുടെ ശാസ്ത്രം. ആത്മാവിൻ്റെ അപാരമായ കഴിവുകളെക്കുറിച്ചുള്ള പഠനമാണ് ആത്മീയത. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സമർത്ഥിക്കാൻ ഒരധ്യായം മതിയാവില്ല. ഓരോ അധ്യായവും തൊട്ട് മുമ്പത്തേതിൻ്റെ തുടർച്ചയായിരിക്കും. നിങ്ങളിൽ പലരും ഇന്നേ വരെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത സത്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടക്കം മുതൽ കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. തൽക്കാലത്തേക്ക് വിട.